നമസ്കാരം, എല്ലാവർക്കും ജ്യോതിർവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് ജൂലൈ 30 രാശിഫലമാണ്. രാശിഫലത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. രണ്ടാം ഭാഗത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് തുലാം മുതൽ മീനം വരെയുള്ള 6 രാശികളുടെ ഇന്നത്തെ രാശിഫലം എങ്ങനെയെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തുലാം രാശി. നക്ഷത്രങ്ങൾ ചിത്തിര 3-4 പദങ്ങൾ, ചോതി വിശാഖം 1-2-3 പദങ്ങൾ. ഇന്ന് തുലാം രാശിക്കാർക്ക് സന്തുലിതമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ മികച്ച മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാനും മേലുദ്യോഗസ്ഥരെ പ്രശംസ ലഭിക്കാനും ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ ലാഭത്തിലേക്ക് ഇന്ന് നയിക്കുന്നതായും കാണുന്നു. സാമ്പത്തികമായി മുടങ്ങിക്കിടന്ന തുക ഇന്ന് തിരികെ ലഭിക്കാനും കടബാധ്യതകൾ ഇന്ന് കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായി കാണുന്നു. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരത്തിലൂടെ പരിഹരിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതായും കാണുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ സ്നേഹപൂർവ്വം വിശ്വാസവും ഇന്ന് വർദ്ധിക്കും. പ്രണയബന്ധത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസവും ഇന്ന് വർദ്ധിക്കുന്നതായും കാണുന്നു. ആരോഗ്യപരമായി അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കി വിശ്രമത്തിന് ഇന്ന് സമയം കണ്ടെത്തേണ്ടത് ഗുണകരമാണെന്ന് കാണുന്നു. മഹാലക്ഷ്മി പ്രാർത്ഥനയും വെള്ളിയാഴ്ച ദീപം തെളിയിക്കുന്നതും ശുഭഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാഗ്യനിറം ഇളം നീല, ഭാഗ്യസംഖ്യ 6. അടുത്തത് വൃശ്ചികം രാശി. നക്ഷത്രങ്ങൾ വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട. ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതൽ പ്രകടമാകുന്ന ഒരു ദിവസമാണ്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ അനുയോജ്യമായ ഒരു ദിവസമായി കാണുന്നു. ജോലിസ്ഥലത്ത് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ ഇന്ന് ആലോചിച്ച് നടത്തിയാൽ നേട്ടം കൈവരും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം അനാവശ്യ ചെലവുകളും ഇന്ന് നിയന്ത്രിക്കുന്നത് ഗുണകരമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇന്ന് സാധ്യത കാണുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര സഹകരണം ഇന്ന് വർദ്ധിക്കുന്നതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ ഇന്ന് സാധിക്കും. ആരോഗ്യപരമായി ശരീരക്ഷീണം ഒഴിവാക്കാൻ ആവശ്യമായ വിശ്രമം ഇന്ന് ഉറപ്പാക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥന, ഓം ശരവണഭവ മന്ത്ര ജപവും ഇന്ന് നിങ്ങളുടെ മനോബലം വർദ്ധിപ്പിക്കാൻ ഗുണകരമായും കാണുന്നു. ഭാഗ്യനിറം കടും ചുവപ്പ്, ഭാഗ്യസംഖ്യ 9. അടുത്തത് ധനുരാശി. നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, 1 പാദം. ഇന്ന് ധനുരാശിക്കാർക്ക് പുതിയ അവസരങ്ങളും ശുഭവാർത്തകളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ഇന്ന് ലഭിക്കും. ബിസിനസ്സിൽ ദീർഘകാല പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ നല്ല ദിവസമാണ്. സാമ്പത്തികമായി വരുമാനം സ്ഥിരതയാർന്നതായി കാണുന്നു. വലിയ നിക്ഷേപങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നതായും കാണുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര ബഹുമാനവും വിശ്വാസവും ഇന്ന് വർദ്ധിക്കുന്നതായും കാണുന്നു. പ്രണയബന്ധങ്ങളിൽ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് ഇന്ന് ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ പിന്തുണ ഇന്ന് ലഭിക്കുകയും പഠനത്തിൽ നല്ല നേട്ടം കൈവരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ആരോഗ്യപരമായി യാത്രകളിൽ ശ്രദ്ധ പാലിക്കുകയും ഭക്ഷണക്രമം ക്രമീകരിക്കുകയും ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതാണ്. ശ്രീകൃഷ്ണ പ്രാർത്ഥനയും വിഷ്ണു സഹസ്രനാമ പാരായണവും ഇന്നത്തെ ശുഭഫലങ്ങൾ നൽകുമെന്ന് കാണുന്നു. ഭാഗ്യനിറം മഞ്ഞ, ഭാഗ്യസംഖ്യ 3. അടുത്തത് മകരം രാശി. നക്ഷത്രങ്ങൾ ഉത്രാടം 2, 3, 4 പദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പദങ്ങൾ. ഇന്ന് മകരം രാശിക്കാർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം
ലഭിച്ചു തുടങ്ങുന്ന ഒരു ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം പ്രശംസിക്കപ്പെടുകയും പുതിയ ചുമതലകൾ ലഭിക്കുകയും ഇന്നത്തെ ദിവസം ചെയ്യും. ബിസിനസ്സിൽ ദീർഘകാല ലാഭം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് അവസരം കാണുന്നു. സാമ്പത്തികമായി ഇന്ന് വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്നതായും കാണുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾക്ക് കരുത്താകും. ദാമ്പത്തിക ജീവിതത്തിൽ ഐക്യവും സമാധാനവും ഇന്ന് നിലനിൽക്കുന്നതായും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ ഇന്ന് സാധിക്കുന്നതായും കാണുന്നു. ആരോഗ്യപരമായി സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടുന്നവർ ഇന്ന് വിശ്രമത്തിന് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. ശനീശ്വര പ്രാർത്ഥനയും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും അനുകൂല ഫലങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഭാഗ്യനിറം കടുന്നീല, ഭാഗ്യസംഖ്യ 3. അടുത്തത് കുംഭൻ രാശി. നക്ഷത്രങ്ങൾ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരോരുട്ടാതി 1, 2, 3 പാദങ്ങൾ. ഇന്ന് കുംഭം രാശിക്കാർക്ക് പുതിയ ആശയങ്ങൾ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ദിവസമാണ്. ജോലിസ്ഥലത്ത് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടുന്നതായും കാണുന്നു. ബിസിനസ്സിൽ പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും വികസന സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഇന്നത്തെ ദിവസം സാധിക്കും. സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിൽ മെച്ചപ്പെട്ട വരുമാനം ഇന്ന് ലഭിക്കുന്നതായും കാണുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇന്ന് നിലനിൽക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കൽ ഇന്നത്തെ ദിവസം വർദ്ധിക്കുന്നതായും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനവുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കാൻ ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നു. വെള്ളം ധാരാളം കുടിക്കുകയും ഉറക്കം ക്രമീകരിക്കുകയും ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതാണ്. ശിവക്ഷേത്ര ദർശനവും ഓം നമശിവായ ജപവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇന്ന് ഗുണകരമായി കാണുന്നു. ഭാഗ്യനിറം വയലറ്റും ഭാഗ്യസംഖ്യ 4 ആണ്. അടുത്തത് മീനം രാശി. നക്ഷത്രങ്ങൾ പൂരോരുട്ടാതി, 4 പാദം, ഉത്രട്ടാതി, രേവതി. ഇന്ന് മീനം രാശിക്കാർക്ക് ആത്മീയമായും ഭൗതികമായും അനുകൂലമായ അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പിന്തുണയോടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഇന്ന് മീനം രാശിക്കാർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ കരാറുകൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇന്ന് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ മനസ്സിന് ഇന്ന് സമാധാനം നൽകും. ദാമ്പത്തിക ജീവിതത്തിൽ സ്നേഹവും വിശ്വാസവും കൂടുതൽ ശക്തമാകുന്ന ഒരു ദിവസമാണ്. പ്രണയബന്ധത്തിൽ ഭാവിയെക്കുറിച്ചുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ ഒരു ദിവസമായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും പരീക്ഷകളിൽ വിജയസാധ്യതയും ഇന്ന് കാണുന്നു. ആരോഗ്യപരമായി മാനസിക ശാന്തിക്കും പ്രാർത്ഥനയ്ക്കും ധ്യാനവും ഗുണം ചെയ്യുന്നു. ശ്രീ മഹാവിഷ്ണു പ്രാർത്ഥനയും ഓം നമോ നാരായണ മന്ത്രജപവും ഇന്ന് ശുഭഫലങ്ങൾ നൽകുന്നതായും കാണുന്നു. ഭാഗ്യനിറം ഇളം മഞ്ഞ, ഭാഗ്യസംഖ്യ 7. ജൂലൈ 30 എല്ലാവർക്കും ശുഭകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം നമോ നാരായണായ. നന്ദി, നമസ്കാരം.